അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിരിസപ്പെട്ട ചങ്ങായിമാരെ, നാളെ പിരിസപ്പെട്ട കൂറുത്തങ്ങ വഫാത്തായപ്പോൾ എല്ലാ മുസ്ലിമീങ്ങൾക്കും ബേജാർ, ദുഃഖത്തിൽ മുങ്ങിനാർ. മുസ്ലിമീങ്ങൾ മാത്രമല്ല, അമുസ്ലിമീങ്ങൾ പോലും ദുഃഖം പ്രകടിപ്പിച്ചാർ. അതേ സന്ദർഭത്തിൽ മുസ്ലിങ്ങളെ പേര് വെച്ചിട്ടുള്ള ഒരു കൂട്ട ആൾമാർ ഇതിൽ സന്തോഷിച്ചിട്ടുള്ളാർ. കൂറത്തങ്ങളെ അവഹേളിക്കലും ആക്ഷേപിക്കലും നിരന്തരമായിട്ട് നടന്നിട്ടുണ്ട്. അങ്ങ് യഹൂദി സന്തതി ചെന്നിട്ട് നാളെ ഉസ്താദുമാർ മുന്നോട്ട് പടിപാട്ടിയത് ഇത് കറക്റ്റത്. അല്ലെങ്കിൽ ഒരു തങ്ങളെ തങ്ങ ഹയാത്തിക്കുമ്പോൾ തങ്ങളോട്ട് പോയിട്ട് ദ്വാർ പാട്ടിട്ടിരുന്നേ മുഅ്മിനീങ്ങ മുസ്ലിമീങ്ങ തങ്ങ വഫാത്തായാൽ പിന്നെ തങ്ങളെ മക്ബറത്ത് മുട്ട പോയിട്ട് തങ്ങ ഒരു യാസീൻ ഓതിട്ട് ദ്വാരക്കിടതും തങ്ങളെ ബർക്കത്തെടുക്കുന്നതും തങ്ങളെ പിന്നെ മുട്ട പോയിട്ട് കബറ് മുട്ടവറും പിന്നെ തന്നി വെച്ചിട്ട് അള്ളാഹിൻ്റെ ഔലിയാക്കന്മാരെ കബറ് മുട്ടലും അള്ളാഹിൻ്റെ മലക്കും അള്ളാഹിൻ്റെ ബർക്കത്തും റഹ്മത്തെല്ലാം ഇറങ്ങണല്ലേ. അതിനെ ആശിച്ചിട്ട് മുമ്പിട്ട് അതിൽ തന്നി കുടിച്ചത് കൊണ്ടു ഇങ്ങത് ഷിർക്ക് പൂർക്കുണ്ടാക്കിയിട്ട് ഇങ്ങ മുസ്ലിം ഇങ്ങനെ മുഅ്മിനീങ്ങളെ തമാശ ആക്കിയിട്ടുള്ളാർ. അപ്പം അങ്ങോട്ട് നമുക്ക് ചൊല്ലുമല്ലേ, നിങ്ങളെ ദീനേ വേറെ, നിങ്ങളെ സൽപ്പി ചൊല്ല ആ ദീനുണ്ടല്ലേ അത് യഹൂദി ദീനത്. നിങ്ങൾ എന്തി ഞങ്ങളെ വിഷയത്ത് വേണ്ടേ? നിങ്ങൾക്ക് ഞങ്ങളെല്ലാം കാഫിറുണ്ട്, നിങ്ങൾ ഫസ്റ്റ് ഫത്ത് കൊടുത്തിട്ട് അതിലല്ലേ ഞങ്ങൾ കാഫിറായ പിന്നെ നിങ്ങൾക്ക് എന്തേ? നിങ്ങൾ കൂറത്തങ്ങളെ മക്ബറത്ത് മുട്ട പോയിട്ട് ഒരു മുഅ്മിനീങ്ങൾ യാസീൻ ഓതവും ദ്വാർക്കോല്ല അവിടെ ഒരു വ്യവസ്ഥ ആക്കിയിട്ട് അവിടെ കറക്റ്റായിട്ട് ഒരു മക്ബറത്ത് മേലെ ഒരു പടമെല്ലാം ബാച്ചിട്ട് ചന്താക്കിയിട്ട് ഇതെല്ലാം ഒരു എത്തരാക്കിയത് കൊണ്ടു. പക്ഷേങ്കിൽ ഒരു സാധാരണക്കാര മക്ബറ പോലെ കബർ പോലെ അല്ലല്ലേ, നല്ല മനുഷ്യന്മാരെ മഹാന്മാരത് ഇതെല്ലാം എത്തരാക്കിയിട്ട് അവിടെ ചന്താക്കിയപ്പോൾ നിങ്ങൾക്കത് ഭാരി നിങ്ങൾക്ക് പിന്നെ വേറെ കത്തിയുണ്ടല്ലേ. അപ്പം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു സറാക്കറു നാളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കബറുണ്ടല്ലേ മക്ബറ, മക്ബറത്ത് മേലെ എന്ത് വലിയ പച്ച കുബ്ബെല്ലാം കെട്ടിരെ, അവിടെ ബിൽഡിംഗ് എന്ത് കെട്ടിരെ, അവിടെ നിന്ന് ചന്താക്കിരെ, അവിടെ ദരിയെല്ലാം നീ ബംഗാറെല്ലാം ആക്കിരെ, അവിടെ എല്ലാം മേലെല്ലാം ഖുർആനിലെ ആയത്തെല്ലാം എന്ത് തൂക്കി വെച്ചരെ, അതെല്ലാം ഏർപ്പാട്ടു. അത് ഏർപ്പാടിട്ട് ആ ബിൽഡിംഗ് എല്ലാം ജരിച്ചിട്ട് നിങ്ങളെ ഇവിടെ പൂത്തറാറല്ലേ, നിങ്ങൾ മർച്ചൻ്റ് ആയെങ്കിൽ നിങ്ങൾ ശകത്ത് ഇവിടെ പൂത്തറാറല്ലേ. അതേപോലെ റസൂൽ നിമിത്തങ്ങളെ എന്താക്കോ നിങ്ങൾ സെപ്പറേറ്റ് ആക്കിയിട്ട് നലസമാക്കി വയ്ക്കോറു. നിങ്ങൾക്ക് ധൈര്യം ഉണ്ട് അതാ അങ്ങനെ ആക്കോ, നിങ്ങൾ നടക്കണത് അങ്ങനെ ആക്കോ. നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങളെ ബുഡുവാറ മുസ്ലിമീങ്ങ, നിങ്ങൾ കൂടെ മാത്രം ബഗലുണ്ടല്ലേ എങ്കിൽ നിങ്ങൾ കേൾക്കോറു. നബി തങ്ങളെ അതേ ചാരൽ വന്ന് അതേ പരമ്പരയിൽ വന്ന് പരിശുദ്ധമായ ചാരൽ പിന്നെ വന്നതായ മഹാനായിട്ടിക്കട് പുള്ളിയായിട്ടിക്കട് പേരക്കുട്ടിയായിട്ടിക്കട് ബഹുമാനപ്പെട്ട കൂറത്തങ്ങ. അപ്പം നബിത്തങ്ങൾക്ക് അത്ര ബഹുമാനിക്കുമ്പോൾ ബഹുമാനത്തോട് ചെറിയ ഒരു ഭാഗം ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് മാത്രം. അത് ശിർക്ക് പുറക്കാകില്ലേ. നബിത്തങ്ങനെ ഒരു ബഹുമാനം ഇരിക്കണേ കൂറത്തങ്ങ നാം കൊടുത്തോണ്ടില്ലേ, അതൊരു ഭാഗം നബിത്തങ്ങനെ പുള്ളി എന്ന നിലക്ക്. നിങ്ങൾക്കത് നഞ്ചെന്തേ? നിങ്ങളുടെ ബോബമാർ നിങ്ങൾ ഇവിടെ ഇന്ത്യത്തിൽ നിങ്ങളുടെ ബോബമാരെല്ലാം പൂജാരിമാർ ഭട്ടമാരല്ലേ. അപ്പം നിങ്ങൾക്ക് ആ ഭാഗ്യമില്ല എന്നിട്ടു കൂറത്തങ്ങ കിട്ടിയ ഭാഗ്യത്ത് നിങ്ങൾക്ക് നീ നഞ്ചി വെക്കടേ. കൂറത്തങ്ങനെ കബറ് മക്ബറത്ത് മുട്ട ബർക്കത്ത് ആശിച്ചിട്ട് ഒരു കുപ്പി വെച്ച് തന്നി വെച്ചിട്ട് അതിനെ കുടിച്ചത് കൊണ്ട് അത് ഷിർക്കയത്ത് പൂർക്കയത്തുണ്ട്. നിങ്ങൾ ഷേഖുൽ ഇസ്ലാം ചൊല്ലാറല്ലേ, നിങ്ങൾ ഇബ്നു തൈമിയ ഷേഖുൽ ഇസ്ലാം ചൊന്നു നിങ്ങൾ ഭയങ്കരാക്കാറല്ലേ. അയാളുടെ മെയ്യത്തിലെ കലകിയ തന്നിണ്ടല്ലേ അതിനെ കുടിച്ചിട്ട് നിങ്ങൾ ബർക്കത്ത് എടുത്തിട്ടില്ലേ, നിങ്ങൾ ആരാട്ട് ചൊല്ലേ ഒന്ന് പാടി വെക്കടേ. ഇവന് അൽബിദായത്തിൽ നേഹത്തിൽ ചെന്നിട്ടില്ലേ, അത് നീ കുടിച്ചിട്ട് തന്നിട്ട് കാലമാർ നാളെ കൂറത്തങ്ങളെ ബർക്കത്ത് വേനായിട്ട് ഞങ്ങൾ ഒരു കബറ് മുട്ട തന്നി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഷിർക്ക് ഗുഫൂർ ഉണ്ടാക്കാറല്ലേ. മെയ്യത്തിൽ തന്നി കുടിച്ചിട്ടില്ലേ നിങ്ങൾ ആരട്ടെ ബഗില്ലേ. ഇപ്പമാ നിങ്ങൾക്ക് തൗഹീദ് കിട്ടിയേ. അതുകൊണ്ടു നിങ്ങൾ എത്ര ബഗലൊരു നിങ്ങൾ എന്ത് പേനെ കുറക്കൊരു ഒറ്റ ഒരു മുസ്ലിമിൻ്റെ ഒരു മുഅ്മിൻ്റെ ഈമാൻ്റെ നിങ്ങൾക്ക് പയപ്പിക്കോ സാധ്യമല്ലേ. പിന്നെ അങ്ങനത്തെ ഏതെങ്കിലും കാലി പോലെ നിങ്ങൾക്ക് കിട്ടണം അത്രേ. നിങ്ങൾ എത്ര സമയത്തൂടെ ഷിർക്ക് പൂർക്കുണ്ടാക്കി നടക്കണേ ഒരു മനുഷ്യൻ എനിക്ക് കിട്ടുക ಖಂಡಿತ കാരണം മുഅ്മിനീങ്ങു ಅಂಕ್ അങ്ങനെ പാരമ്പര്യമായ ദീനായിട്ട് എനിക്ക് മുഖ്യ.
എല്ലാத்துക്കും ഒരു പരമ്പര വേണമല്ലേ. ഈ പരമ്പര ഇല്ലാത്ത മുഞ്ഞാണ്ട പോലെ കുഴച്ച് വന്ന് കിട്ടിയ ദീന്റെ പെരുത്ത് പോകും. നിങ്ങൾ പ്രാന്ത് പിടിച്ചിട്ടില്ലേ? അതുകൊണ്ട് നിങ്ങൾ എത്ര പേടിച്ചെങ്കിലും നിങ്ങൾക്ക് ഒരു മനുഷ്യരെ നിങ്ങൾക്ക് കിട്ടുക സാധ്യമില്ല. ഒന്നേത്തല്ലേ അത് നീ കിനാലും വിചാരിക്കണ്ട. അള്ളാഹു ഈ ഇബിലീസിന്റെ ഷർറ് തൊട്ട് അള്ളാഹു ഉമ്മത്തിനെ കാക്കട്ടെ. ഇബിലീസ് അവನು ഇബാദത്ത് കുറഞ്ഞത് കൊണ്ടല്ല അവൻ്റെ അള്ളാഹു റഹ്മത്തിനെ തൊട്ട് ദൂരത്താക്കിരെ. അവನು ആദം നബി അലി ഇസ്ലാമു ആദം നബിക്ക് റെസ്പെക്ട് കൊടുക്കണോട്ട് അള്ളാഹ് ചെന്നപ്പോ ഞാൻ കൊടുക്കില്ലേ ചെന്നിട്ട് അവൻ ഗത്ത് കാട്ടിയത് കൊണ്ടല്ലേ അവನು ഇങ്ങനത്തെ അവസ്ഥ എത്തിയേ. അതേ പരമ്പര നിങ്ങൾ നിങ്ങൾ എത്ര കരടി പോലെ താടി വെക്കോರು, എത്ര മുണ്ടത്ത് കല വെക്കോರು, എത്ര വേണേ പാൻറ് മേലാക്കോರು, നിങ്ങളെ എന്തും അള്ളാഹ് സ്വീകരിക്കില്ല. കാരണം നിങ്ങൾക്ക് ബഹുമാനമില്ലേ, നിങ്ങൾക്ക് അഹ്ലു ബൈത്തിട്ട് സ്നേഹമില്ലേ, ആലിമികളുടെ പിരിച്ചല്ലേ, നിങ്ങൾ പച്ച ചൊല്ല കാഫിർ കുഫുണ്ട് ചെല്ലാറല്ലേ. അത് കഴിഞ്ഞിട്ട് അള്ളാഹ് നിങ്ങൾ നട്ടത്തിരിക്കണം നോക്കോ, ജാഗ്രത വെച്ചോളൂ. ഈ പകയന്മാരുടെ കൂടെയെല്ലാം തൗബ ചെയ്ത് മടങ്ങോർ ಬೇಗ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇബ്ലീസിന്റെ അതേ പരമ്പരയിട്ട് നിങ്ങൾക്ക് കിട്ടേ. അൽഹംദുലില്ലാഹ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിലെ ആലിമീങ്ങളുടെ മുഖാന്തരം ഇൻഷാ അല്ലാഹ് നബിയും അമ്പിയാക്കന്മാരുടെ കൂടെ സ്വർഗത്ത് ഒരുമിച്ച് കൂടുക ആർക്കും ആശയമുണ്ടോ അങ്ങെല്ലാവരും ആരെങ്കിലും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങെല്ലാം തോപ ചെയ്ത് മടങ്ങിയിട്ട് ഈ നല്ല ഉന്നതമായ ഈ പരമ്പരയിൽ കൂടും. അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും ധാരാളം ഈമാൻ തന്നിട്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ ആദർശ ജീവിക്ക് അള്ളാഹു തൗഫീഖ് തരട്ടെ. എല്ലാ പകയന്മാരെ ശർറ് തൊട്ട് അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ കാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.